കളിക്കാരുടെ മകൾ സൈനബ. അല്ലാ, പാപ്പല്ല പോണത്. പോയിക്കോട്ടെ പോയിക്കോട്ടെ, ഇത് കാണണ്ട. നിങ്ങളെ ഇന്റെ പാപ്പ എന്താ എന്നെ പറഞ്ഞിക്കണെന്നറിയോ? എന്നെ കണ്ടാ ഞാൻ ഇനി വെട്ടി നുറുക്കി കോഴി ബിരിയാണി വെക്കുന്ന പറഞ്ഞിക്കണേ. എന്താന്നറിയോ എന്റെ കാരണം? ഞാന് മുത്തപ്പാനെ നിക്കാഹ് കഴിച്ചില്ലേ, മൂപ്പർക്കാണെങ്കിൽ മുത്തപ്പാനെ കണ്ണെടുത്താ കണ്ടൂടാ. അതും പോരാതെ നമ്മള് മൂപ്പരെ മുച്ചീട്ട് കളി പൊളിച്ചെടുത്തില്ലേ, അതിൻ്റെ ഒരു ശേഷിയുണ്ട് കേട്ടോ. നിങ്ങളെന്താ നല്ല പത്രാസിൽ വന്ന് കുത്തിരിക്കണേ? നല്ല കുപ്പായൊക്കെ ഇട്ടിട്ട്. നമുക്കും ഉണ്ടായിരുന്നു നല്ല കുപ്പായൊക്കെ ഇട്ട് വരാനുണ്ട്. അതിനിപ്പോൾ എന്താ, നമ്മളിപ്പോൾ ചായമ്മക്കാടിന്ന് ചട്ബുക്കോന്നും പറഞ്ഞ് ചാടി വന്നിക്കല്ലേ. പിന്നെ ഈ ദുനിയാവിൽ ആദ്യമായി പുട്ടുംകടലിൽ തട്ടിയ ആരാ? ഈ സൈനബ. ഈ സൈനബാന്റെ പുട്ടുകടലിലേക്ക് സ്വാദ് ആർക്കും ഒരു കടയിലുണ്ടാവും. അല്ല മുത്തപ്പ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞതല്ല നിങ്ങളോട് ഇങ്ങോട്ട് വരണ്ടാന്ന്. വെറുതെ ബസ്സിന്റെ കൂലി കണ്ട്. ബസ്സിന്റെ കൂലി മാത്രമൊന്നുമല്ല, തൊട്ടീനും പിടിച്ചീനും ഒക്കെ കൂല. ഞാനിന്ന് ഇങ്ങോട്ട് പോരുമ്പേ ഒരു ചായക്കടയിൽ കയറി. അപ്പോ ഒരു ചായക്ക് 10 ഉറുപ്പ്യ, ഒരു പൊറോട്ടക്ക് 8 ഉറുപ്പ്യ, ഒരു ഇറച്ചിക്കറിക്ക് 90 ഉറുപ്പ്യ. അപ്പൊ ഞാനിത് കണ്ട് നെട്ടിപ്പോയി. എത്ര വിലയാലേ! അത് നമ്മളെ ചായക്കടിയിലൊന്നും ഇങ്ങനെ വില ഉണ്ടാവില്ല.